അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ആണ്, നമ്പർ സിസ്റ്റം എന്നാണ് പറയുക. നമ്പർ സിസ്റ്റം പറയുന്നത് ആദ്യത്തെ ചാപ്റ്ററാണ്, നമുക്ക് നവോദയ എക്സാമിൽ പോർഷനിൽ ആദ്യത്തെ ചാപ്റ്ററായി വരുന്നത് നമ്പർ സിസ്റ്റമാണ്. ഇതിൽ നമ്പറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, അതിന് ആൻസേഴ്സ് പറയണം കേട്ടോ. ആദ്യം ഈവൻ നമ്പർ പറഞ്ഞാൽ എന്താ? നമ്പർ എത്ര തരത്തിലുണ്ട്? അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ എന്താ? ഏതെന്നാ തുടങ്ങുക? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സ് എന്തിനാ? ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ആഡ്സ് പഠിച്ചിട്ടുണ്ട്. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് പറയൂ? 2, ആ 4, ആ 6, 8, 10. ആ അങ്ങനെ നമുക്ക് ഈവൻ നമ്പേഴ്സ് വരും. ഇനി ഓഡ് നമ്പേഴ്സോ? 1, ആ 3, 5, 7, 9. അങ്ങനെ നമുക്ക് പോകും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയണത് ഒന്നെന്നാണ് തുടങ്ങുക. ഓക്കെ, ഒന്നെന്നാണ് തുടങ്ങുക. ഇങ്ങനെ വരുന്ന ഇതിങ്ങനെ ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ, കുറേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 1 മുതലാണ് തുടങ്ങുക. അതേ ഹോൾ നമ്പർ ഒന്ന് കേട്ടിട്ടുണ്ടാവും, ഹോൾ നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹോൾ നമ്പർ എന്ന് പറയുന്നത് 0 നിന്നാണ് തുടങ്ങുക. 0, 1, 2, 3 അങ്ങനെയാണ് വരിക. ഈവൻ നമ്പർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഓഡ് നമ്പറും ശരിയാണ് കേട്ടോ. സോ ഹോൾ നമ്പർ പറയുന്നത് 0 നിന്ന് തുടങ്ങും, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 നിന്നാണ് തുടങ്ങുക. ഇനി ഇൻറ്റീജർ എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇൻറ്റീജേഴ്സ് ഇങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇൻറ്റീജേഴ്സ് ഇല്ല. നമുക്ക് 0 വന്നിട്ട് മിഡിലിൽ വരും, ഈ സൈഡൊക്കെ നെഗറ്റീവ് നമ്പേഴ്സാണ് വരിക, ഈ സൈഡൊക്കെ പോസിറ്റീവ് നമ്പേഴ്സാണ് വരിക. 1, 2, 3, 4. പോസിറ്റീവ് പറഞ്ഞാൽ പ്ലസ് ഇട്ട് വരുന്നത്, നെഗറ്റീവ് പറഞ്ഞാൽ മൈനസ് ഇട്ട് വരുന്നതാണ് നമ്പേഴ്സിനെയാണ് നമ്മൾ അങ്ങനെ പറയുക. ഓക്കെ, ഇപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 0-ൻ്റെ ഇടതുവശം പോകുന്തോറും നമ്പറിൻ്റെ എണ്ണം കൂടി വന്നു എങ്കിലും വാല്യൂ വന്ന് കുറയും, വാല്യൂ കുറയും, ഡൗൺ ആവും. മനസ്സിലായോ? ഇപ്പോൾ -1 വലുത്, -2 നമുക്കറിയാം 1 അല്ലേ വലുത് 2-നേക്കാളും, അല്ല സോറി 2 അല്ലേ വലുത് 1-നേക്കാളും, അല്ലേ? ഒരു മിനിറ്റ്, 2 അല്ലേ വലുത് 1-നേക്കാളും, അല്ലേ? പക്ഷേ ഇതിന് മുന്നിൽ മൈനസ് ഇട്ടു എന്ന് വെച്ചോളൂ, മൈനസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇതിലേതാണ് ചെറിയ നമ്പർ അതാണ് വലുതാവുക. മൈനസ് എന്ന് പറയുമ്പോൾ വാല്യൂ വന്ന് കുറയും. അപ്പോൾ -1 ആണോ വലുത് -2 ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -1 ആണ് വലുത് കേട്ടോ. അതേ ഇത് പ്ലസ് ഇട്ടിട്ടില്ലെങ്കിൽ പ്ലസ് ഇട്ടും വരാറുണ്ട്, പ്ലസ് ഇടാതെയും വരാറുണ്ട്, രണ്ടും സെയിം മീനിങ് ആണ്. ഓക്കെ, ഇതിൽ നോർമലായിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആണോ വലുത് 2 ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും 2 ആണ് വലുതെന്ന് പറയും. അതിൻ്റെ മുന്നിൽ മൈനസ് ഉണ്ട് എന്ന് വെച്ചോളൂ, ഇതിലേതാണോ ചെറിയ നമ്പർ അതാണ് വലുതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാൻ ചോദിക്കാം, -3 ആണോ വലുത് -7 ആണോ വലുത്? -3 എന്ന് പറയണം കേട്ടോ, -3 ആണ് വലുത്. ഇനി -3 ആണോ വലുത് +3 ആണോ വലുത്? അപ്പോൾ ഒരു സംശയം വന്നില്ലേ, 2, 3 ആണല്ലോ, അപ്പോൾ ഒരു സംശയം വന്നില്ലേ? എപ്പോഴും മൈനസിനേക്കാളും ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഇതാ ഈ രീതിയിലാണ് കൂടുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൂടി പോകും വാല്യൂസ്. അപ്പം അങ്ങനെ ഇരിക്കെ -1 ആണോ വലുത് 0 ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പറയാം 0 ആണ് വലുത് എന്ന്. അതേപോലെ -3 ആണോ +3 ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +3 ആണ് വലുത്. 8 ആണോ വലുത് -9 ആണോ വലുത്? 8 ആണോ വലുത് -9 ആണോ വലുത്? 8. എന്ത് കാരണം? ഇവിടെ പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് -17 ആണോ വലുത് +17 ആണോ വലുത്? +17. യെസ്, കറക്റ്റ്. ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സും
നെഗറ്റീവായിട്ടുള്ള നമ്പേഴ്സും പിന്നെ ഒരു സീറോവും കൂടി ഉൾപ്പെടുന്നതാണ് നമുക്ക് ഇൻറ്റീജേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പം ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ക്ലാസ് പഠിച്ചില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ, അമ്മ ഉണ്ടോ അടുത്തുണ്ടോ? അമ്മനെ ഒന്ന് ഇല്ല. വിളിക്കുമോ? ഒന്ന് വിളിക്കുമോ അമ്മനെ? ആ നമ്മൾ ടീച്ചറെ ആ ഇന്നത്തെ ക്ലാസ് ഞാൻ റെക്കോർഡാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അയച്ചു തരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതുണ്ടോ, ടെലഗ്രാം ഉണ്ടോ? ഇല്ല. ടെലഗ്രാം ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്ടേ? അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ഐ ഡി അയച്ചു തന്നെങ്കിൽ ഞാനത് യൂട്യൂബിലേക്ക് ഈ വീഡിയോ കയറ്റിയിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇമെയിലിൽ അയച്ചു തരാം. അപ്പോൾ ഇമെയിൽ വഴി അത് നോട്ടിഫൈ ആവുന്നുണ്ടാവും. അതെടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അധികം നെറ്റിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ കാണുന്ന പോലെ തന്നെ കണ്ടുപോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി തരുന്നോ ആ ഇമെയിൽ ഐ ഡിയിൽ വേണം ആ യൂട്യൂബ് ഉണ്ടാവാൻ. യൂട്യൂബ് നിങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ മൊബൈലിൽ? അല്ല, ഏത് ഇമെയിൽ ഐ ഡിയിലാണ് കിടക്കുന്നത് നോക്കൂ. ഈ ടെലഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്താലോ? ടെലഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്തു എങ്കിൽ ഇത് നമ്മൾ വീഡിയോ അയക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒരുപാട് MB ആവശ്യം വരുന്നുണ്ടാവും നിങ്ങൾക്ക്. നെറ്റ് വേഗം കഴിയും. ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ യൂട്യൂബിൽ അല്ല, മറ്റേ ടെലഗ്രാമിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് നെറ്റ് ആവശ്യം വരും. അതിനേക്കാളും നല്ലത് യൂട്യൂബ് ഉണ്ട് എങ്കിൽ, യൂട്യൂബ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ അതിൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് ഒന്നുണ്ടാവും. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി കാണാം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഏതിൽ നിന്നാണ് കയറിയത് എന്നുള്ളത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് അയച്ച് കാണിച്ചു തരാം. അത് അങ്ങനെ നോക്കിയിട്ട് ആ ഇമെയിൽ ഐ ഡി എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നു എങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ കയറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. മനസ്സിലായോ? യൂട്യൂബിൽ പോയിട്ട് ആ സ്വിച്ച് അക്കൗണ്ട് എടുക്കേണ്ടത്? ഞാനത് വീഡിയോ അയച്ചു തരാം, എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് വീഡിയോ അയച്ചു തരാം കേട്ടോ. പിന്നെ മോളെങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ? കുഴപ്പമില്ല, അവള് ആൻസർ ഒക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, സൈഡ് ബൈ സൈഡ് നോക്കണം. ഞാൻ ആഴ്ചയിൽ മാക്സിമം ഒരു 2 ക്ലാസ്സാണ് കൊടുക്കുന്നുണ്ടാവുക. ഒരു 2 മണിക്കൂറിൻ്റെ 2 ക്ലാസ്സാണ്. ഇന്നിപ്പോൾ സമയമില്ലാത്തത് കാരണം 1 മണിക്കൂർ ആക്കിയതാണ് ഞാൻ. വൈകുന്നേരം ഫംഗ്ഷൻ ഉള്ളത് കാരണം പെട്ടെന്ന് പറഞ്ഞപ്പോഴേ. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു ക്ലാസ്